നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഇനി നാം അടുത്ത ശ്ലോകത്തിലേക്ക് ദൈവീ സമ്പത്തിനെ വ്യാസഭഗവാൻ വിശദീകരിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മൂന്നാമത്തെ ശ്ലോകമാണ് ദൈവീ സമ്പത്തിൻ്റെ ആ ധർമ്മങ്ങളെ അദ്ദേഹം സംഗ്രഹിച്ച് പറയുന്ന വേളയിൽ. തേജക്ഷമാ ധൃതിശൗചം അദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദൈവീം അഭിജാതസ്യ ഭാരത. ദൈവീ സമ്പത്തോടു കൂടിയിട്ട് ജനിച്ച ആളിൻ്റെ ഇനി പറയാനുള്ള ആ ധർമ്മങ്ങളെ കൂടി വ്യാസനിവിടെ സംഗ്രഹിക്കുന്നു. ഇതെല്ലാം ഈ പറഞ്ഞവയെല്ലാം ഈ 3 ശ്ലോകങ്ങളിലായിട്ട്, ഗീതാ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നതായ ആ ധർമ്മങ്ങളെല്ലാം ദൈവീ സമ്പത്ത് ഉള്ള ആളുകളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും കുടികൊള്ളുന്ന, അവരെ ധർമ്മത്തിൻ്റെ പന്ഥാവിലൂടെ നയിക്കുന്ന തത്വങ്ങളാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്തത് തേജസ്, ക്ഷമ, ധൃതി ധൈര്യം, ശൗചം ശുദ്ധി, അദ്രോഹോ ദ്രോഹമില്ലായ്മ, പിന്നെയോ അതിമാനിത അഹങ്കാരം വർദ്ധിച്ച അഹങ്കാരം ഇല്ലാതിരിക്കുക എന്നുള്ളത്. ഇത്രയും കൂടി ദൈവീ സമ്പത്തിൻ്റെ പട്ടികയിൽ പെടുന്നു. അതാണ് വ്യാസഭഗവാൻ നമ്മെ കേൾപ്പിച്ചത്. അതിനാൽ അടുത്തത് നാം അറിയേണ്ടത് തേജസ്സിനെയാണ്. തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ബലം. ഏതൊരു വൈപരീത്യം മുന്നിൽ വന്നു പെടുമ്പോഴും, ഏതൊരു ചോദ്യചിഹ്നം മുന്നിൽ വന്നു പെടുമ്പോഴും, ഏതൊരു വിപൽക്കരമായിട്ടുള്ള സാഹചര്യം മുന്നിൽ വന്നു പെടുമ്പോഴും, എത്ര കരുത്തന്മാരായിട്ടുള്ള ആളുകൾ നേരിട്ട് വന്ന് ആക്രമിക്കുമ്പോഴും അചഞ്ചലമായിട്ട് അതിനെ അഭിമുഖീകരിക്കുവാൻ ഒരാളെ പ്രാപ്തനാക്കുന്നത് മനസ്സിൻ്റെ ധൈര്യമാണ്. അങ്ങനെ മനസ്സ് ഒരിക്കലും ഇളക്കം കൂടാതെ സുധീരമായിട്ട് ആ സന്ദർഭത്തെ നേരിടാൻ തയ്യാറായി നിൽക്കുക, അതാണ് തേജസ് എന്ന് പറയുന്നത്. ആ തേജസ്സിനും നല്ല നല്ല ഉദാഹരണങ്ങൾ, നല്ല നല്ല ദൃഷ്ടാന്തങ്ങൾ കഥാപാത്രങ്ങളിലൂടെ, കഥാസന്ദർഭങ്ങളിലൂടെ വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും മനസ്സാന്നിധ്യം കൈവിടാതെ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിയുക, അതുമാത്രമേ നമ്മെ ജീവിത വിജയത്തിലേക്ക് നയിക്കുകയുള്ളൂ. അത് വ്യാസഭഗവാൻ അനേക തവണ കാട്ടിത്തന്നത് ഈ മഹാഭാരതത്തിൽ നമുക്ക് കാണാം. അതിൽ ഒരു ദൃഷ്ടാന്തം മാത്രം, വളരെ ആരുടെ മനസ്സിനെയും ഇളക്കിമറിക്കുന്ന ഭയതമായൊരു സാഹചര്യത്തിൽ തൻ്റെ കരുത്ത് മാത്രം കൈമുതലാക്കിക്കൊണ്ട് അർജുനൻ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചത് എന്ന് മഹാഭാരതത്തിലെ ആദി പർവത്തിൽ ഉള്ളതായ ഖാണ്ഡവ ദാഹപർവം എന്ന ഉപപർവത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. അവിടേക്കാണ് ശ്രോതാക്കളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുന്നത്. പാണ്ഡവന്മാർ ദ്രൗപദി സ്വയംവരം കഴിഞ്ഞ് വലിയ ബന്ധുബലമുള്ളവരായി തീർന്നു. അവരെ ഹസ്തിനാപുരത്തേക്ക് വരുത്തി അവർക്ക് അർഹതപ്പെട്ട രാജ്യം കൊടുക്കണം എന്ന് ഭീഷ്മദ്രോണാദികളും വിതുരരുമെല്ലാം നിർബന്ധമായിട്ട് ധൃതരാഷ്ട്രനോട് കൽപ്പിച്ചതുകൊണ്ട്, ആഗ്രഹിച്ചതുകൊണ്ട്
ധൃതരാഷ്ട്രനോട് ഉപദേശിച്ചതുകൊണ്ട് ധൃതരാഷ്ട്രൻ അവരെ വരുത്തി രാജ്യം രണ്ടായി പങ്കുവച്ചു. അപ്പോഴും വലിയൊരു വിട്ടുവീഴ്ച പാണ്ഡവർക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ അതൊരു വിട്ടുവീഴ്ചയാണെന്ന് പോലും ചിന്തിക്കാതെ അവരതിനെ സസന്തോഷം സ്വീകരിച്ച് അവർക്ക് നൽകിയതായ പകുതി രാജ്യം സ്വീകരിച്ച് അവിടേക്ക് പോയി. അവിടെ ഖാണ്ഡവപ്രസ്ഥത്തിന് സമീപമായിട്ട് ഇന്ദ്രപ്രസ്ഥം എന്നൊരു നഗരം നിർമ്മിച്ച് അവർ അവിടെ സസുഖം വാണു. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുന്ന അവസരത്തിലാണ് അർജുനൻ ഒരിക്കൽ തീർത്ഥയാത്രയ്ക്ക് പോവേണ്ടതായി വരുന്നതും ആ തീർത്ഥയാത്രാകാലം അവസാനിക്കുമ്പോഴേക്കും ദ്വാരകയിൽ ചെല്ലുന്നതും സുഭദ്രാഹരണവുമൊക്കെ. സുഭദ്രയും അർജുനനുമായിട്ട് ദ്വാരകയിൽ നിന്നിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു. കൃഷ്ണനും ബലഭദ്രനും ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന് വിവാഹവും നടത്തിക്കൊടുത്തു. അതൊക്കെ കഴിഞ്ഞതേയുള്ളൂ. ഇപ്പോൾ ശ്രീകൃഷ്ണൻ കുറച്ച് ദിവസം കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുകയാണ്. ബന്ധുജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നത് ഇതേപോലുള്ള അപൂർവങ്ങളായ സന്ദർഭങ്ങളിലാണ്. അതവർക്ക് മഹോത്സവമാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിയുമ്പോൾ സമീപത്തുള്ളതായ ഖാണ്ഡവ വനത്തിൽ ആ വനഭംഗിയെല്ലാം കാണാനും ആസ്വദിക്കാനും അതിലെ ഒഴുകിപ്പോകുന്നതായ ആ യമുനാ നദിയുടെ കുളിരിളം ജലം അത് ആസ്വദിക്കാനും ഒക്കെയായിട്ടുള്ള ആഗ്രഹം അർജുനൻ്റെ മനസ്സിലുണ്ടായി. കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണനും അത് സസന്തോഷം സ്വീകരിച്ചു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക് പോയി. ആ വനത്തിൻ്റെ സമീപദേശങ്ങളും അതേപോലെ ആ വനത്തിൻ്റെ ഉൾപ്രദേശങ്ങളും എല്ലാം കണ്ട് സുഖമായി അവിടെ ഏതാനും നാളുകൾ കഴിയുമ്പോൾ ഒരു ദിവസം കൃഷ്ണനും അർജുനനും കൂടി ആ വനത്തിലൂടി ബഹുദൂരം സഞ്ചരിച്ചിട്ട് ആ വനത്തിൻ്റെ സൗന്ദര്യമെല്ലാം കണ്ട് ഒരിടത്ത് കുറച്ചു നേരം വിശ്രമിക്കാനിരുന്നു. അപ്പോഴാണ് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ അവരുടെ സമീപത്തേക്ക് വരുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടത്. തത്രോപവിഷ്ടവും മുദിതവും നാഗപൃഷ്ഠേ അശ്വിനാവിവ. ദേവലോകത്തിലെ അശ്വിനി ദേവന്മാർ ഒരുമിച്ച് ഇരിക്കുന്നത് പോലെ അവിടെ കൃഷ്ണനും അർജുനനും കൂടി ഇരുന്നപ്പോൾ അപ്പോഴാണ് ആ മനുഷ്യൻ്റെ വരവ്. അശ്വിനാവിവ എന്നാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെ ആ സ്ഥലത്ത് ഇരുന്നതിനെക്കുറിച്ച് വ്യാസൻ പറയുന്നത്. അശ്വിനി ദേവകൾ ദേവവൈദ്യന്മാരാണ്. അവർ ഇരട്ട പെറ്റ ദേവന്മാരാണ്. അത് രണ്ടുപേരും ഒരേപോലെ ഇരിക്കും, തിരിച്ചറിയാൻ പറ്റൂല. അങ്ങനെയുള്ളവരാണ്. അതേപോലെയാണ് ഇവിടെ അർജുനനും കൃഷ്ണനും നടക്കുന്നത്. ഇരട്ട പെറ്റതുപോലെയാണ് നടക്കുന്നത്. അത്ര കണ്ട് അവർ തമ്മിലുള്ളതായ മാനസികമായ ഐക്യം. അവർ ഇരട്ട പെറ്റതല്ല. അർജുനൻ കുന്തിയുടെ മകൻ, കൃഷ്ണനാകട്ടെ ദേവകിയുടെ മകൻ. പക്ഷേ ഇരട്ടപെറ്റ സന്താനങ്ങൾ എപ്പോഴും ഒരുമിച്ച് നടക്കും, ഒരുമിച്ച് അവർ സംസാരിക്കും, പ്രവർത്തിക്കും. അങ്ങനെയൊക്കെയാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഒരേ വേഷം ധരിക്കും, അതിനും അവർക്ക് നിർബന്ധമാണ്. വ്യത്യസ്ത വേഷങ്ങൾ ധരിക്കാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെ ഇരട്ടപെറ്റ കുഞ്ഞുങ്ങൾ ഏതു പ്രകാരത്തിലാണോ ഒരുമിച്ച് ഇങ്ങനെ സഞ്ചരിക്കുകയും വിഹരിക്കുകയും ഒരിടത്തിരിക്കുകയും സംഭാഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, അതേ പ്രകാരത്തിൽ അത്ര കണ്ട് അടുപ്പത്തോടുകൂടി സ്നേഹത്തോടുകൂടി അവരവിടെ ഇരിക്കുമ്പോൾ അഭ്യാഗച്ഛത് തഥാ വിപ്രോ വാസുദേവ ധനഞ്ജയോ. ഒരു വിപ്രൻ, കാഴ്ചയ്ക്ക് ബ്രാഹ്മണൻ എന്ന് തോന്നും ആർക്കും, അദ്ദേഹം അർജുനൻ്റെയും അതേപോലെ തന്നെ വാസുദേവൻ്റെയും കൃഷ്ണൻ്റെയും സമീപത്ത് എത്തിച്ചേർന്നു. അവർ രണ്ടുപേരും നോക്കി. ആ മനുഷ്യൻ വരുന്ന കാഴ്ച കണ്ടപ്പോൾ അതാരാണ് എന്ന് നേരത്തെ മനസ്സിലായില്ല. നേരത്തെ കണ്ടിട്ടുള്ള ആളുമല്ല. ബൃഹച്ഛാല പ്രതീകാശ പ്രതപ്ത കനകപ്രഭ. വ്യാസഭഗവാൻ ആ വരുന്നയാളിൻ്റെ രൂപത്തെ നമുക്ക് വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ്. ഒരു വലിയ സാലവൃക്ഷം പോലെ അത്രയും ഉയരമുണ്ട് അദ്ദേഹത്തിന്. നല്ല ഉയരമുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ നിറമോ
ചുട്ടുപഴുപ്പിച്ച തങ്കത്തിൻ്റെ നിറം. ആ നിറത്തോടു കൂടിയതായ മനുഷ്യൻ ഹരിപിംഗ ഉജ്ജ്വലശ്മശ്രു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ നിറം നോക്കുമ്പോഴേക്കും നീല നിറവുമുണ്ട്, അതേപോലെ തന്നെ മഞ്ഞ നിറവുമുണ്ട്. അങ്ങനെ ജ്വലിക്കുന്നതായ മഞ്ഞ നിറത്തിൽ ജ്വലിക്കുന്നതായ താടിമീശയുമൊക്കെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ണമാണെങ്കിൽ ആ ഉയരത്തിന് ചേരുന്നതായ വണ്ണം. അങ്ങനെ വലിയ ആകൃതിയോടുകൂടിയ ആകർഷണീയമായിട്ടുള്ള രൂപഭംഗിയോടുകൂടിയ, ഒറ്റ നോട്ടത്തിൽ കുലീനനെന്ന് വളരെ വ്യക്തം ഒരാൾ ഉപവീതം ധരിച്ചിട്ടുണ്ട്, യജ്ഞോപവീതം, ബ്രാഹ്മണൻ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. അവരുടെ മുന്നിലേക്ക് വന്നു. കരുണാദിത്യ സങ്കാശ ചീരവാസ ജടാധര. അദ്ദേഹം ജട ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉടുത്തിരിക്കുന്നത് മരവുരിയാണ്. ഉദിച്ചു വരുന്നതായ സൂര്യൻ്റെ ആകർഷണീയത അദ്ദേഹത്തിനുണ്ട്. പത്മപത്രാനന. അദ്ദേഹത്തിൻ്റെ മുഖമാകട്ടെ താമരപ്പൂവിൻ്റെ എതളിൻ്റെ ഭംഗി അതിനോട് മത്സരിക്കുന്നതായ സൗന്ദര്യത്തോടു കൂടിയതാണ്. താമരപ്പൂവിൻ്റെ എതളിന് വളരെയേറെ ആകർഷണീയതയാണ്, അത് പ്രസിദ്ധവുമാണ്. അതേപോലെ ആകർഷകമായ മുഖത്തോടു കൂടിയവനായിട്ട് പ്രജ്വലന്നിവ, ജ്വലിക്കുന്നവനെ പോലെ ആ മനുഷ്യൻ അവരുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം അടുത്തു വരുന്നു എന്ന് കണ്ടപ്പോഴേക്കും കൃഷ്ണനും അർജുനനും ബഹുമാനത്തോടു കൂടിയിട്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു. എന്നിട്ട് അദ്ദേഹത്തെ വന്ദിച്ചു, സ്വാഗതം ചെയ്തു. ആ അവസരത്തിൽ ആ ബ്രാഹ്മണൻ കൃഷ്ണനോടും അർജുനനോടും പറയാണ്, ബ്രാഹ്മണോ ബഹുഭോക്താസ്മി ഭുഞ്ചേ അപരിമിതം സദാ. ഞാനൊരു ബ്രാഹ്മണനാണ്, ഏറെ ഭക്ഷിക്കുക എൻ്റെ ശീലമാണ്. പരിധിയില്ലാത്ത രീതിയിൽ ഞാൻ ഭക്ഷിക്കും ഭക്ഷ്യവസ്തുക്കൾ. അങ്ങനെയുള്ള ഞാൻ, ഭോജനപ്രിയനായിരിക്കുന്ന ഞാൻ, ഭിക്ഷേ വാർഷ്ണേയ പാർത്ഥവുവാം. വാർഷ്ണേയനും പാർത്ഥനുമാണല്ലോ നിങ്ങൾ രണ്ടുപേരോടും ഞാനിതാ യാചിക്കുന്നു, ഭിക്ഷ ചോദിക്കുന്നു.